ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ടൈറ്റിലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇതേപോലെ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് കിട്ടിയത് കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് പറയാമെന്ന്. അതൊരു കോണ്ടൻറ്റായിട്ട് തന്നെ ഇടാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നൈറ്റാണ്, ലൈറ്റൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങളെന്നോട് ക്ഷമിച്ചേക്കണം. അപ്പം ഞാൻ ഇന്ന് ആ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് വന്നേക്കണത് സ്കിൻ കെയർ തന്നെയാണ്. അത് യൂട്യൂബിൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണേന്. ഇങ്ങനെ 2 വർഷം എന്തോ ആയി. അപ്പോൾ ഞാൻ ഫുൾ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. റിവ്യൂസ്, സ്കിൻ കെയർ ലൈക്ക് നോട്ട് സ്കിൻ കെയർ, മേക്കപ്പ് റിവ്യൂസ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തത് ആദ്യം നാട്ടിലെ ഒരു ബ്രാൻഡാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അത് ഞാൻ ചെയ്തില്ലായിരുന്നു. ഒന്ന് ഞാൻ എടുക്കാഞ്ഞത് എനിക്ക് ഇങ്ങനെ പ്രൊമോഷൻസും കാര്യങ്ങളും ആദ്യം എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ബ്രാൻഡ് പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു, ആ ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനത് എടുത്തില്ല. അപ്പം അതായിരുന്നു എൻ്റെ ആദ്യത്തെ കൊളാബ്. അതെൻ്റെ വീഡിയോസ് കണ്ടിട്ടായിരുന്നു, എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് വന്നത്. ഞാൻ അത് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വന്നത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടായിരുന്നു പിന്നെ എനിക്ക് വന്നത്. അത് പപ്പഡ് വീഡിയോസായിരുന്നു. അത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഡയറക്റ്റ് എനിക്ക് DM ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. അതാണ് ആദ്യം എടുത്തത്. ഫുഡ് ഐറ്റം ആയതുകൊണ്ട് അങ്ങനെ എടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത്. അപ്പം വീഡിയോസ് ഞാൻ ഇങ്ങനെ ചെയ്തത്, പ്രമോഷൻ വീഡിയോസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രമോഷൻ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പിന്നെ ഇതേപോലെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അത് എടുക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മുടെ പേജിന് തന്നെ കൂടുതൽ എന്താ പറയുക, ആൾക്കാരിലോട്ട് പേജ് ഈ നമ്മുടെ റീൽസും കാര്യങ്ങളും പോയിട്ട് നമുക്കത് ബെനിഫിറ്റ് ആവും. അതാണ് എനിക്ക് പേഴ്സണലി ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു അറിവും പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡായിട്ട് എനിക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ട്, ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ കുറേ റീൽസ് ഇടുമായിരുന്നു എൻ്റെ ലൈഫിൽ. അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ചുമ്മാ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ വീഡിയോസാണ്. നിങ്ങളതിൻ്റെ പഴയ വീഡിയോസ് കണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എല്ലാം എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ആയിരുന്നു ഞാൻ ചെയ്യണത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തത്. പിന്നെ എനിക്ക് വന്നിരുന്ന് ചിലത് ഞാൻ എടുത്തില്ലായിരുന്നു. എടുത്തത് ഞാൻ മെഡിക്യൂബിൻ്റെ അത്യാവശ്യം അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ഇമെയിലാണ് വന്നത്. അതും എൻ്റെ റീല് കണ്ടിട്ടാണ്. കോഴ്സ് എൻ്റെ യൂട്യൂബിൽ റീല് കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് കോൺടാക്റ്റ് വന്നത്. അപ്പോൾ ഇമെയിൽ വരുമ്പോൾ ഞാനങ്ങനെ അവർക്ക് റിപ്ലൈ തന്ന് അങ്ങനെ എനിക്ക് എല്ലാം ഇമെയിലിലൂടെയാണ് വന്നത്. മിക്കതും ഇമെയിലിലൂടെയാണ് വന്നത്. ഇൻസ്റ്റാഗ്രാമിലോട്ട് റെയർ ആയിട്ടാണ് എനിക്ക് വന്നത്. അത് വന്നത് ചിലതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ വാട്സാപ്പിലോട്ട് നമ്മൾ നമ്പർ ചോദിക്കും, അങ്ങനെയൊക്കെ. പിന്നെ ചിലതൊക്കെ തട്ടിപ്പും ഉണ്ട് കേട്ടോ. അത് ഞാൻ അപ്പം തന്നെ അന്വേഷിച്ചിട്ട് ആ തട്ടിപ്പൊന്നും എടുത്തില്ല. കാര്യം നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്തിട്ട് വന്നതുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. അത് നമുക്ക് മനസ്സിലാവില്ല, അത് തട്ടിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തില്ല. പിന്നെ 2 തരം കൊളാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്ന് പെയ്ഡ് കൊളാബറേഷൻ, പിന്നെ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടും. പ്രോഡക്ട്സ് കിട്ടും. അപ്പം അങ്ങനെ പ്രോഡക്ട്സ് കിട്ടുന്ന വീഡിയോയും നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കൊളാബുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ വന്ന കൊളാബും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം എടുത്ത്, ചിലതെടുത്തില്ല, ചിലതെടുത്ത് നാട്ടിലെ കൊളാബ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഞാൻ. പിന്നെ ഇവിടുത്തെ എടുക്കാൻ തുടങ്ങി. മിക്കതും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആയിരുന്നു എന്നെ കോൺടാക്റ്റ് ചെയ്തത്. കാര്യം നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഇതേപോലെ സ്കിൻ കെയർ ആണെങ്കിൽ നമ്മൾ ആ വീഡിയോസെല്ലാം കണ്ടായിരിക്കും നമുക്ക് കോൺടാക്റ്റ് വന്നത്. പിന്നെ എൻ്റെ പഴയ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ അത്യാവശ്യം നല്ലോണം വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ അതും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ പയ്യെ ഞാനിങ്ങനെ കൊളാബ് കിട്ടുന്ന വീഡിയോസ് സ്കിൻ കെയർ അത് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത് കണ്ടിട്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഡയറക്റ്റാണ് മിക്കത് വന്നേക്കണം. ആകെ ഒരെണ്ണം മാത്രം ഇപ്പോൾ ഷാർലറ്റ് ടിൽബറിയുടെ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്, ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. കാര്യം അതെനിക്ക് ഫേവറേറ്റാണ്. കിട്ടുമോ ഇല്ലേ എന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അവർക്ക് ഞാൻ മെയിൽ അയച്ചു, അവർ എനിക്ക് തിരിച്ച് മെയിൽ അയച്ചു. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ അതെനിക്ക് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്യില്ലായിരുന്നു. അപ്പം ചിലതൊക്കെ കോൺടാക്ട് ചെയ്യാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തൊരു ബ്രാൻഡാണ്. അത് നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് കിട്ടി. വേറെ ഒരു ബ്രാൻഡ് ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. കോൺടാക്ട് ചെയ്താൽ നിങ്ങളോട് പറയാം. നമുക്ക് അങ്ങോട്ടും കോൺടാക്ട് ചെയ്യാം.
പിന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ചിലത് ഉടായ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും കണ്ടറിഞ്ഞ് എടുക്കുക ചെയ്യാം. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ മെയിൽ വന്നതൊക്കെ ഞാനത് കളയുമായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ചെയ്യാമെന്ന് തോന്നണത് മാത്രം എടുക്കാറുള്ളൂ. ഞാൻ എല്ലാം ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പം അത്യാവശ്യം കുറേ കൊളാബ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇങ്ങനെ കിട്ടാൻ മൊത്തം എടുക്കുന്നത്. കിട്ടാൻ മൊത്തം എടുക്കാറില്ല. ഞാൻ നോക്കിയിട്ടും എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നതാണ് ഞാൻ എടുക്കാറ്. പിന്നെ എന്താ പറയുക, അത് അങ്ങനെയാണ് എനിക്ക് കൊളാബ് വന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ടും ബ്രാൻഡിനെ കോൺടാക്ട് ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനാണ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഷാർലറ്റ് ടിൽബറിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടി. അല്ലാതെ വേറൊരു ബ്രാൻഡ് ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെ ഇരുന്ന് കോൺടാക്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഇത് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ നമ്മൾ കിട്ടൂല വെറുതെ ഇങ്ങനെ പറയണല്ലേ. പറയുമ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ഇതുവരെ പ്രൊമോഷന് വേണ്ടി ഒന്നും കോൺടാക്ട് ചെയ്തിട്ട് എല്ലാം എനിക്ക് ഇങ്ങനെ വന്നത്. നമുക്ക് ഒരു ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ കുറേ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കിട്ടിയേക്കണേ. പിന്നെ നമ്മൾ അവരുടെ തന്നെ ഇപ്പം ഓരോ ആപ്പിൽ നിന്ന് ഓരോ ഇവിടുത്തെ ഓരോ ഇതിൽ നിന്ന് ഞാൻ എടുത്ത് പിന്നെ അവരുടെ തന്നെ നമുക്ക് കുറേ കിട്ടും. അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസർ ആവും നമ്മൾ. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഇത് വരും. അത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുക. ചിലത് സക്സസ്ഫുൾ ആവും. ചിലത് എനിക്ക് വന്നത് ചിലത് ഞാൻ മെയിലൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട്, അപ്പോൾ മെയിൽ എപ്പോഴും കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാം. അയ്യോ അപ്പോൾ ഇതൊക്കെ വന്നിരുന്നോ. ചിലത് ഞാൻ ചോദിച്ചാൽ അയ്യോ അത് മിസ്സായല്ലോ എന്ന് വിചാരിക്കണം. ഇതൊക്കെ എൻ്റെ കാര്യം. മെയിൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മെയിൽ ചെക്ക് ചെയ്യാതെ എനിക്ക് പോയതുമുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ചില ബ്രാൻഡൊക്കെ അടിപൊളിയാണല്ലോ, അതെനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്കതും കൊറിയനാണ് എനിക്ക് വന്നത്. കൊറിയൻ ബ്രാൻഡ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺടാക്റ്റ് വന്നത്. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് Q&Aയിൽ അന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് എല്ലാ വിശേഷവും പറയുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഈ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊഫൈൽ ഓഫ് കോഴ്സ് ഇപ്പം എൻ്റെ യൂട്യൂബാണെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിക്ക ബ്രാൻഡിൻ്റെയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ എന്ത് ഇതിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. അല്ല അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണത് വളരെ നല്ലതാണ്. ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഐ എം സോ ഹാപ്പി. അതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മൾ ചുമ്മാ ഒന്ന് നോക്കാം, പറയണല്ലേ, ഒന്ന് നോക്കിയേക്കാം. ഞാൻ ഇങ്ങനെ എല്ലാത്തിലും കണ്ടാൽ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണത്. വേറെ എല്ലാം എനിക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അത് മിക്കത് ഞാൻ UK തന്നെ ചെയ്യണം. നാട്ടിലേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പെയ്ഡും വരും അല്ലാതെയും വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇതിൽ ചിലവർ നമുക്ക് ഇന്ന ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും, ഇത്ര എമൗണ്ട് തരുമെന്ന്. ചിലത് നമുക്ക് അങ്ങോട്ട് നമ്മൾ ഒരു എമൗണ്ട് പറയുന്നത് എനിക്ക് ഇത്രയാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് മെയിൽ ത്രൂ ആണ് എല്ലാം വന്നത്. ചിലവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കും. അങ്ങനെ വാട്സാപ്പ് കോൺടാക്ട് കിട്ടും. അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ അത്യാവശ്യം കൊളാബ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഓഫ് കോഴ്സ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ഓരോന്ന് ഞാനിപ്പം ഇത് എനിക്കും കൂടി പിന്നീട് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഇതേപോലെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും എനിക്കത് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എല്ലാ വീഡിയോസും ഇടുമായിരുന്നു, അല്ലെങ്കിൽ എല്ലാം സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് പിന്നീട് നമുക്ക് മെമ്മറി ആയിട്ട് എടുക്കുമ്പം അത് അടിപൊളിയാണ്. അതേപോലെ ഇതെൻ്റെ മെമ്മറി ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് പിന്നീട് നോക്കാനും. അപ്പം ഞാൻ എല്ലാം നിങ്ങളോട് പറയാറുണ്ട്, എല്ലാം ഓപ്പണായിട്ട് തന്നെ പറയാറുണ്ട്, ഒരു ഇതുമില്ല. എന്തെല്ലാം ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് ഇതും നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടാണ്, ഒരു Q&Aയിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്നും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ അത് ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്തത്. അപ്പം നിങ്ങൾ എപ്പോഴും ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ബ്രാൻഡ് ഇപ്പോൾ ഓരോ വീഡിയോസ് ഇടുമായിരുന്നല്ലോ, നിങ്ങൾക്ക് റിവ്യൂ ഇടുമ്പോഴും ഒരു ബ്രാൻഡിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് യൂട്യൂബിലൊന്നും ഒരു ബ്രാൻഡിനെ മെൻഷൻ, ഇപ്പം ഞാൻ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെൻഷൻ ചെയ്യണം, അല്ലാതെ ഒരു ബ്രാൻഡിനെ ഞാൻ അങ്ങനെ ശരിക്കും മെൻഷൻ ചെയ്യണതൊക്കെ നല്ലതാട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ചെയ്തില്ലായിരുന്നു യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോഴും. അവർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും, ലൈക്ക് നമ്മൾ ഇപ്പോൾ ടൈറ്റിലൊക്കെ ആ ഒരു പ്രൊഫൈൽ കണ്ടിട്ടായിരിക്കും. അല്ലാതെ അത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ ഒരു വീഡിയോനെ ടാഗ് ചെയ്തിട്ടില്ല. അല്ലാതെ എനിക്ക് കോൺടാക്റ്റ് വന്നത്, അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്ന കാര്യം. അത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ വീഡിയോസിൽ. പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നു, അത് നിങ്ങളോട് പറയണം, അത് ചെയ്തില്ലായിരുന്നു. ഞാനിപ്പോൾ ചെയ്യണത് എൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ മാത്രമേ ഞാൻ അങ്ങനെ ടാഗ് ചെയ്യാറുള്ളൂ. അല്ലാതെ പണ്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഷാർലറ്റ് ടിൽബറി, ഓർഡിനറി, ഞാൻ കുറേ ബ്രാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട്.
അതൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ട് ചെയ്തതൊക്കെ യൂട്യൂബിലുള്ള പഴയ വീഡിയോസ് എല്ലാം ഇപ്പോഴാണ് എനിക്ക് കൊളാബും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴൊന്നും ഞാൻ ടാഗ് ചെയ്യില്ലായിരുന്നു. എങ്ങനെയോ എന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് നമ്മൾ ചെയ്യുമ്പം അവർക്ക് നമ്മുടെ എല്ലാം നമ്മുടെ പ്രൊഫൈൽ നോക്കും. ഇപ്പം ബ്യൂട്ടി ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതാക്കണത്. അപ്പോൾ നമ്മുടെ എല്ലാം നോക്കും അവർ കേട്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും. എന്നിട്ടാണ് നമുക്കൊരു വീഡിയോ തരുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് തന്നെ വീഡിയോ ഒന്നും തരുമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ഇത് തരുമൊന്നുമില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയൊക്കെയാണ് അവർ തരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ആയിരിക്കും അവരെന്നെ ഇത് ചെയ്തേക്കുന്നത്. ഞാൻ ടാഗ് ചെയ്തിട്ടില്ല. അങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും ടാഗ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഇനിയും ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ഈ കൊളാബിൻ്റെ വീഡിയോ ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പ്രോപ്പറായിട്ട് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി യൂസ്ഫുൾ ആവാൻ. ഇതിപ്പം എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തതാണ് ആ Q&Aയിൽ വന്നുകൊണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇതേപോലെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി ഇത് പ്രോപ്പറായിട്ടൊരു 7 പോയിൻറ്റ്സ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ 7 പോയിൻറ്റ്സിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അതായത് സത്യം പറഞ്ഞ എപ്പിസോഡ് തന്നെ ആക്കാറുണ്ട് 7. പക്ഷേ ഞാൻ ഈ പ്രോപ്പറായിട്ട് ഇതേപോലെ എനിക്ക് കുറേ പേര് എൻ്റെ മറ്റേ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിടണം കൊണ്ട് എനിക്ക് ആ ഒരു 7 എപ്പിസോഡാക്കാറുണ്ട്. അത്രയും ലോങ് കോണ്ടൻ്റായിട്ട് അത് എനിക്ക് എടുക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഭയങ്കര ലെങ്ത്തായി പോവും. അങ്ങനെ എനിക്ക് ലെങ്തി വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ല. ഇതെൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. സോ wait for that, and thank you, bye.